വാർത്തയിലേക്ക്. ടി സിദ്ദീഖ് MLAയുടെ ഓഫീസ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ആക്രമിച്ചെന്നാരോപിച്ച UDF പ്രതിഷേധം. കൽപ്പറ്റയിൽ പ്രതിഷേധ പ്രകടനം നടത്തുകയാണ്. പോലീസിന്റെ സഹായത്തോടെ ഡിവൈഎഫ്ഐ അക്രമം നടത്തിയെന്നും പോലീസ് ഓഫീസ് പൂട്ടാൻ പറഞ്ഞെന്നും സിദ്ദീഖ് ആരോപിച്ചു. NM വിജയന്റെ മരുമകളുടെ ആത്മഹത്യാ ശ്രമത്തിന് പിന്നാലെയായിരുന്നു ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം. ഫൈസൽ നെടുമ്പാല വിവരങ്ങൾ നൽകാനായി ചേർന്നു. ഫൈസൽ, ഏതെങ്കിലും തരത്തിലുള്ള സംഘർഷ സാധ്യത സ്ഥലത്ത് നിലനിൽക്കുന്നുണ്ടോ? അനീഷ, ഏറ്റവും പ്രധാനമായി പറയാനുള്ളത് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ കൽപ്പറ്റ ടൗണിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. ഏറെ വിവാദങ്ങളാണ് കഴിഞ്ഞ 2 ദിവസമായി വയനാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ കോൺഗ്രസ് നേതാവും മുള്ളംകൊല്ലിയിലെ ഗ്രാമപഞ്ചായത്ത് മെമ്പറുമായ ജോസ് നെല്ലേടം ആത്മഹത്യ ചെയ്തതിന് പിന്നാലെയാണ് വലിയ തരത്തിലുള്ള വിവാദങ്ങളും പ്രശ്നങ്ങളും ഉടലെടുക്കുന്നത്. ഇന്ന് മുൻ DCC ട്രഷറർ കൂടിയായിരുന്ന NM വിജയന്റെ മകൾ ആത്മഹത്യാ ശ്രമവും നടത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് രാവിലെ വൈകിട്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകർ MLA ഓഫീസ് അടക്കം MLA ഓഫീസ് ഉപരോധിക്കുകയും അതിക്രമിച്ച് കയറാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. ഇതിനെതിരെയാണ് ഇപ്പോൾ കോൺഗ്രസിന്റെയും UDFന്റെയും നേതൃത്വത്തിൽ കൽപ്പറ്റയിൽ വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധ പ്രകടനം നടക്കുന്നത്. ഇപ്പോൾ പൂർണ്ണമായും റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധ പ്രകടനത്തിലേക്കാണ് കടന്നിരിക്കുന്നത്. ഡിവൈഎഫ്ഐ ഇത്തരത്തിൽ നടത്തുന്ന ഈ പ്രകടനം അല്ലെങ്കിൽ ഇന്ന് MLA ഓഫീസിലേക്ക് നടത്തിയ അതിക്രമം രാഷ്ട്രീയ പ്രേരിതമാണ്. ഒരു കഴമ്പുമില്ലാത്ത ഒരു വിഷയത്തിന്റെ പുറത്താണ് ഇന്ന് ഇത്തരത്തിൽ ഡിവൈഎഫ്ഐ MLA ഓഫീസിലേക്ക് അക്രമവുമായി കടന്നു വന്നത് എന്നാണ് അല്പം മുമ്പ് ടി സിദ്ദീഖ് MLA നമ്മോട് പ്രതികരിച്ചത്. കഴിഞ്ഞ ദിവസം പത്മജ, അതായത് NM വിജയന്റെ മരുമകൾ പത്മജ വലിയ തരത്തിൽ കോൺഗ്രസിനെതിരെ ആരോപണം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. NM വിജയന്റെ കടബാധ്യത തീർക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് ഒരു എഗ്രിമെന്റ് വെക്കുകയും ആ എഗ്രിമെന്റ് ടി സിദ്ദീഖ് MLA എടുത്തുകൊണ്ട് പോയി അത് ചോദിച്ചിട്ട് തന്നില്ല എന്നതടക്കമുള്ള ഗുരുതരമായ ആരോപണമായിരുന്നു കോൺഗ്രസിനെതിരെ ഉന്നയിച്ചിരുന്നത്. എന്നാൽ ബന്ധപ്പെട്ട് പാർട്ടി ഏറ്റെടുത്ത മുഴുവൻ കാര്യങ്ങളും എന്നുള്ളതാണ് ടി സിദ്ദീഖ് MLA ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം, കോൺഗ്രസിന്റെ പ്രതിഷേധം കൽപ്പറ്റ നഗരത്തിൽ നടക്കുകയാണ്. അനീഷ, ഫൈസലാണ് വിവരങ്ങൾ നൽകിയത്.